യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി നിന്നാൽ, ഇസ്രായേൽ ഗൃഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന യഹോവയുടെ അരുളപ്പാട്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. മതി. വളരെ നന്ദി. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗം. ഈ വേദഭാഗം വായിച്ചപ്പോൾ തന്നെ നാം ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ധാരാളം പ്രഭാഷണങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇതിൽ നിന്ന് എന്താണ് ഒരു പുതുമയുണ്ടാകാൻ സാധ്യത, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നൊരു ആശയക്കുഴപ്പം നിങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളോട് പറയാൻ കർത്താവിന്റെ അകത്ത് തന്ന ഒരു നിയോഗമാണ് ഈ ഭാഗം. അതുകൊണ്ടൊരു പുതുമ എന്നതിനപ്പുറത്ത് ശാന്തമായി എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ, പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചു തന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ദൈവത്തിന്റെ ദാസനായ യിരെമ്യാവിനെ ദൈവം കുശവന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. നീ കുശവന്റെ വീട്ടിൽ ചെല്ല്, അവിടെ ചെന്ന ശേഷം ഞാന് എന്റെ വചനങ്ങളെ നിന്നെ കേൾപ്പിക്കാം. യിരെമ്യാവ് കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ ചീത്തയായി പോയി. ആ സമയത്ത് കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർന്നു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇവിടെ പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലാക്കി തന്ന ചില ആശയങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ദൈവം ഇവിടെ ഇസ്രായേലിനോട് സംസാരിക്കുമ്പോ അവരുടെ വർത്തമാനകാല അനുഭവം എന്താണെന്ന് ഈ ഒരു സംഭവത്തിലൂടെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനെ ഞാൻ ഇങ്ങനെ ഇന്ന് രാത്രി തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ യഹൂദയുടെ വർത്തമാനകാല സ്ഥിതി എന്ത്? നമുക്ക് പിന്നീട് അത് ധ്യാനിക്കാം. 2, ദൈവത്തിന് അവരോടുള്ള തന്റെ തിരുഹൃദയത്തിന്റെ തീരുമാനമെന്ത്? അവരോട് ദൈവത്തിന് പറയാനുള്ള സന്ദേശമെന്ത്? 3, രണ്ടാമത്തത് ഒന്നുകൂടെ പറയാം, ദൈവത്തിന് അവരെ പ്രയോജനപ്പെടുത്താനാണ് താല്പര്യം. അതാണ് ദൈവം അവരോട് പറയുന്നത്. 3, ദൈവം അവരെ പ്രയോജനപ്പെടുത്താൻ അവരെന്ത് ചെയ്യണം. 4, ദൈവശബ്ദത്തോടുള്ള അവരുടെ പ്രതികരണം എന്തായിരുന്നു? ആ പ്രതികരണത്തിന്റെ പരിണിത ഫലം എന്ത്? അതാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ 1, ദൈവം യിരെമ്യാവിനെ കുശവന്റെ വീട്ടിലേക്ക് അയക്കുന്നു. കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കുശവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ കയ്യിലിരുന്ന കളിമണ്ണ്, ആ പാത്രം ചീത്തയായി പോകുന്നു. അവിടെയാണ് 6ാമത്തെ വാക്യത്തിന്റെ പ്രസക്തി. ഇപ്പോഴത്തെ യഹൂദയുടെ സ്ഥിതി എന്താണെന്ന് ദൈവം ഇതിലൂടെ വ്യക്തമാക്കിയാണ്. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കയ്യിലിരിക്കുന്നു. ഇപ്പൊ സാധാരണ കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു എന്നല്ല അവിടുത്തെ ആശയം. ആ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണ് നിങ്ങൾ കണ്ടോ? പ്രയോജനരഹിതമായ, ചീത്തയായി പോയ, ഉപയോഗശൂന്യമായ ഒരനുഭവത്തിലാണ് ഇപ്പോൾ കുശവന്റെ കയ്യിൽ ആ കളിമണ്ണിരിക്കുന്നത്. കളിമണ്ണ് കുശവന്റെ കയ്യിലിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഇവരും ഇതുപോലെ പ്രയോജനരഹിതരായിരിക്കുന്നെന്ന നമുക്ക് ഇസ്രായേലിലെ ചരിത്രത്തിലൂടെ ഒന്ന് ഓടിച്ചു വന്നിട്ട് ഇപ്പോൾ അവരുടെ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയാം. വിശ്വനാഗരികതയുടെ കളിത്തൊട്ടിലായ പ്രാചീന മെസോപ്പൊട്ടാമിയയുടെ ദക്ഷിണ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഡെൽറ്റ പ്രദേശത്ത് ബഹുദൈവ വിശ്വാസത്തിൽ അടിത്തറയിട്ട് നാനാർന്ന ചന്ദ്രദേവതയ്ക്ക് പ്രതിഷ്ഠിച്ച ഊരിൽ പാർത്ത ശേമ്യ വംശജനായ അബ്രഹാമിനെ തേജോമയനായ ദൈവം തന്റെ ഉന്നതമായ പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുകയാണ്. ദൈവശബ്ദം കേട്ട വിശ്വാസത്താൽ ദൈവത്തെ അനുധാവനം ചെയ്ത് അബ്രഹാം പോകുന്നു, കനാനിൽ എത്തുന്നു. വിശദീകരണത്തിന്റെ കാര്യമില്ല.
അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിന്റെ മകനായ യാക്കോബ്, യാക്കോബിന്റെ 12 ആൺമക്കൾ, അതിൽ 11ാമത്തവൻ യോസഫ്. സ്വന്തം സഹോദരന്മാരാൽ വിൽക്കപ്പെട്ടവനായി, ഒറ്റപ്പെടുത്തപ്പെട്ടവനായി മിസ്രൈമിലേക്ക് പോകേണ്ടി വരുന്നു. ലോകം മുഴുവൻ വലിയ ക്ഷാമമുണ്ടാകുന്നു. യാക്കോബും മക്കളും കൊച്ചുമക്കളുമായി 70-ൽ പരം ആൾക്കാര് മിസ്രൈമിലേക്ക് വരുന്നു. മിസ്രൈമിൽ നിന്ന് കാലചക്രം ഉരുണ്ടു നീങ്ങുന്നു. യാക്കോബ് മരിക്കുന്നു, യോസേഫ് മരിക്കുന്നു, ഇസ്രായേൽ മിസ്രൈമിന്റെ അടിമത്തത്തിലാകുന്നു. എന്നാൽ ദൈവം തന്റെ ദാസനായ മോശ മുഖാന്തരം മിസ്രൈമ്യ ഇരുമ്പുലയിൽ നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുപോകുന്ന മനോഹരമായ ചരിത്രം പുറപ്പാട് പുസ്തകം മുതൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അങ്ങനെ അവര് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു വരുമ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ദൈവം അവർക്ക് ന്യായപ്രമാണം കൈമാറുകയാണ്. ആദ്യത്തെ ഭാഗം ന്യായപ്രമാണം അനുസരിച്ചാൽ അവർക്കുണ്ടാകാൻ പോകുന്ന അനുഗ്രഹങ്ങളുടെ കലവറകളാണ്. എന്നാൽ രണ്ടാമത്തെ ഭാഗം ന്യായപ്രമാണം അനുസരിക്കാതെ പോയാൽ അവർക്കുണ്ടാകാൻ പോകുന്ന ശാപത്തിന്റെ നെടുനീളൻ പട്ടികയാണ്. അങ്ങനെ ന്യായപ്രമാണം ലഭ്യമായ യഹൂദൻ, ദൈവത്തിന്റെ സ്തോത്രം, മോശ മരുഭൂമിയിൽ വെച്ച് മരിക്കുന്നു. യോശുവായുടെ നേതൃത്വത്തിൽ അവർ കനാനിൽ പ്രവേശിക്കുന്നു. ഹിത്യർ, അമോന്യർ, പെരിസിർ, എബൂസിർ, ഗിർഗശ്യർ, കനാന്യർ തുടങ്ങിയ ജാതികളുടെ നാട് ദൈവം അവർക്ക് അളവുനൂലിട്ട് യോശുവ മുഖാന്തരം വിഭജിച്ചു കൊടുക്കുകയാണ്. യോശുവ അവരെ എല്ലാം വിളിച്ചുകൂട്ടി നീണ്ടയൊരു പ്രബോധനം അവർക്ക് കൈമാറുന്നതായിട്ട് യോശുവയുടെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാം. ആ ഭാഗത്തേക്കൊന്നും ഇന്ന് രാത്രി പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കനാൻ നാടുകളിലുള്ള ജാതികളുടെ ജീവിതത്തെ അനുകരിക്കരുത്, അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കരുത്, അവർ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കരുത് എന്നുള്ള താക്കീതുകൾ യോശുവ അവർക്ക് കൊടുക്കുന്നുണ്ട്. വിശദീകരണത്തിന് മുതിരുന്നില്ല, മറ്റൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. യോശുവ മരിക്കുന്നു. അതിനുശേഷം ഒരു ചുരുങ്ങിയ തലമുറ ദൈവത്തെ പരമാർത്ഥതയോടെ സേവിക്കുന്നു. പക്ഷേ എന്താണോ ചെയ്യരുത് എന്ന് അവരോട് പറഞ്ഞത് ആ ചെയ്തികളിലേക്ക് ഇസ്രായേല് തിരിയുകയാണ്. ന്യായാധിപന്മാരുടെ കാലം വരുന്നു, ദൈവം അവർക്ക് ബാലശിക്ഷ കൊടുക്കുന്നു എന്ന് ഞാൻ ആ ഭാഗത്ത് പറയും. അവര് ദൈവത്തോട് പാപം ചെയ്യുമ്പോൾ ദൈവം ജാതികൾക്ക് അവരെ വിട്ടുകൊടുക്കുന്നു. അവർ അനുതപിക്കുമ്പോൾ ദൈവം അവരെ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച് സ്വസ്ഥരാക്കുന്നു, സ്വതന്ത്രരാക്കുന്നു. അങ്ങനെ ദൈവിക നടപടികൾ മുൻപോട്ട് പോകവേ ആ ന്യായാധിപ ഭരണം രാജകീയ ഭരണത്തിന് വഴിമാറുകയാണ്. അവരുടെ ഒന്നാമത്തെ രാജാവ് ശൗൽ വിശദീകരിക്കണ്ടല്ലോ. പിന്നീട് ദാവീദ്, അതിനുശേഷം ശലോമോന്റെ മകനായ രഹബിയാമിന്റെ കാലത്ത് ഇസ്രായേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടുകയാണ്. 10 ഗോത്രങ്ങൾ, വടക്കേ രാജ്യം യെരോബിയാമിന്റെ നേതൃത്വത്തിൽ ഭരിക്കപ്പെടുന്നു. 2 ഗോത്രങ്ങൾ, തെക്കേ രാജ്യം യഹൂദ രഹബിയാമിന്റെ നേതൃത്വത്തിൽ ഭരിക്കപ്പെടുന്നു. വിശദീകരിക്കുന്നില്ല. 10 ഗോത്രങ്ങൾ അവര് അശൂര്യ അടിമത്തത്തിലേക്ക് നീങ്ങുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കേണ്ട, ഞാൻ ആ ചരിത്രം ഒന്ന് നിങ്ങളോടൊന്ന് തൊട്ടു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ സഹോദര രാജ്യത്തിന്, യഹൂദയാണ് ഇന്ന് രാത്രിയിലെ എന്റെ കേന്ദ്രബിന്ദു എന്നുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. സഹോദര രാജ്യത്തിന്റെ പാപത്തിനെതിരെ അതിശക്തമായി ദൈവം പ്രതികരിച്ച് ദൈവിക ന്യായവിധി ദൈവം നടപ്പിലാക്കിയതിലൂടെ യഹൂദയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയായിരുന്നു. നിങ്ങൾക്ക് മാനസാന്തരപ്പെടാനും നിങ്ങൾക്ക് അനുഭവിക്കപ്പെടാനും ക്രമീകരിക്കപ്പെടാനുമുള്ള അവസരമാണിത്, നിങ്ങൾ അത് വിനിയോഗിക്കണം. ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ ശക്തമായ ദൂത് അവരോട് പറയുന്നുണ്ട്. പക്ഷേ ദൈവശബ്ദത്തെ ഒന്നും ചെവിക്കൊള്ളാതെ അവരതിനോടെല്ലാം മറുതലിച്ചു. ഇനി യിരെമ്യാവിന്റെ കാലമാകുമ്പോൾ എന്തായിരുന്നു അവരുടെ സ്ഥിതി എന്ന് ഞാൻ പറയാം. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്കൊന്ന് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 21 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 21 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ. വിശ്വസ്ത നഗരം വേശ്യയായി തീർന്നിരിക്കുന്നത് എങ്ങനെ? അതിൽ ന്യായം നിറഞ്ഞിരുന്നു, നീതി വസിച്ചിരുന്നു. ഇപ്പോഴോ കുലപാതകന്മാർ നിന്റെ വെള്ളിക്കിടമായും നിന്റെ വീഞ്ഞ വെള്ളം ചേർന്നും ഇരിക്കുന്നു. നിന്റെ പ്രഭുക്കന്മാർ മത്സരികൾ, കള്ളന്മാരുടെ കൂട്ടാളികൾ തന്നെ. അവരൊക്കെയും സമ്മാനപ്രിയരും പ്രതിഫലം കാക്ഷിക്കുന്നവരും ആകുന്നു.
അവർ അനാഥന് ന്യായം നടത്തി കൊടുക്കുന്നില്ല. വിധവയുടെ വ്യവഹാരം അവരുടെ അടുക്കൽ വരുന്നതുമില്ല. ഞാൻ അതിനെ ഓരോന്നെടുത്ത് വിശദീകരിക്കേണ്ട, ഇങ്ങനെ ചുരുക്കമായി പറയാം. ആക്രമവും കൊള്ളയും കൊള്ളിവെപ്പും കൊലപാതകങ്ങളും കരിഞ്ചന്തയും സ്വജനപക്ഷപാതവും കൈക്കൂലിയും ഉപദേശത്തിൽ ന്യായപ്രമാണത്തിൽ മായം ചേർത്ത് അവരെ ആത്മീകമായും ധാർമ്മികമായും എല്ലാം അധപ്പതിച്ച്, ആത്മീക നേതൃത്വങ്ങൾ പോലും ആത്മീകമായി അധപ്പതിച്ച് കൈക്കൂലിയുടെയും കള്ളത്തരത്തിന്റെയും കമ്മട്ടത്തിന്റെയും ഒക്കെ കുത്തരങ്ങായി അവരുടെ എല്ലാ മേഖലകളും മാറപ്പെട്ട ഒരു തലത്തിലേക്ക് യെശയ്യാവിന്റെ കാലത്തിൽ അവരെത്തി. അതാണ് യെശയ്യാ 1:21 മുതൽ 23 വരെ നമ്മൾ വായിച്ചത്. ഇനി ഒരു അല്പം കൂടെ ഞാൻ അതൊന്ന് വ്യക്തമാക്കിയാൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരണം. 2-ാം അധ്യായം അവിടെ ഒരു വിശദീകരണം അതിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നീ യാക്കോബ് ഗൃഹമായ നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ പൂർവ്വ ദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും ഫെലിസ്ത്യരെ പോലെ പ്രശ്നക്കാരായും അന്യജാതിക്കാരോട് കൈയടിച്ചവരായും ഇരിക്കുന്നു. അവരുടെ ദേശത്ത് വെള്ളിയും പൊന്നും നിറഞ്ഞിരിക്കുന്നു. അവരുടെ നിക്ഷേപങ്ങൾക്ക് കണക്കില്ല. അവരുടെ ദേശത്ത് കുതിരകൾ നിറഞ്ഞിരിക്കുന്നു. അവരുടെ രഥങ്ങൾക്കും എണ്ണമില്ല. അവരുടെ ദേശത്ത് വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു. വിരൽ കൊണ്ടുണ്ടാക്കിയ കൈപ്പണിയെ അവർ നമസ്കരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അതിന്റെ ഓരോ, വളരെ നന്ദി ദേവദാസനെ, അതിന്റെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് വിശദീകരിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ അതിനെ വിസ്താര ഭയം കൊണ്ട് വ്യക്തമാക്കാതെ ഒറ്റ കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് തന്ന് അവരുടെ പാപത്തിന്റെ ആകത്തുക വ്യക്തമാക്കാം. അതിന്റെ 6-ാമത്തെ വാക്യം, നീ യാക്കോബ് ഗൃഹമായി നിന്റെ ജനത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർ പൂർവദേശക്കാരുടെ മര്യാദകളാൽ നിറഞ്ഞും ഫെലിസ്ത്യരെ പോലെ പ്രശ്നക്കാരായും അന്യജാതിക്കാരോട് കൈയടിച്ചവരായും ഇരിക്കുന്നു. അതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. അതിന്റെ ആശയം എന്താന്ന് ചോദിച്ചാൽ, ലേവ്യ പുസ്തകത്തിൽ ദൈവം ഒരു പ്രത്യേക കാര്യം അവരോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. ലേവ്യ പുസ്തകം 20-ാം അധ്യായം, അതിന്റെ 20-ാം അധ്യായം, ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 22 മുതൽ 24 വരെയുള്ള വേദഭാഗങ്ങൾ. ആകയാൽ നിങ്ങൾ കുടിയിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ച് കളയാതിരിപ്പാൻ എന്റെ എല്ലാ ചട്ടങ്ങളും സകല വിധികളും പ്രമാണിച്ച് ആചരിക്കണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതിയുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. ഈ കാര്യങ്ങളെ ഒക്കെയും ചെയ്തതുകൊണ്ട് അവർ എനിക്ക് അറപ്പായി തീർന്നു. നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കുമെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ. പാലും തേനും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചവനായി നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. മതി, വളരെ നന്ദി. ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോണേ ആ ഭാഗം. ദൈവം ഇവരോട് പറയുകയാണ്, ഈ കനാൻ ദേശത്തുണ്ടായിരുന്ന ജാതികളെ ഞാൻ ഛർദ്ദിച്ചു കളഞ്ഞതാ. കാരണം എനിക്ക് അവരോട് അറപ്പായിരുന്നു. വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ ദൈവം അവരോട് അങ്ങനെ അറപ്പോടെ പ്രതികരിക്കാൻ കാരണം? ദൈവം അവരെ ആ ദേശത്ത് നിന്ന് ശബ്ദിപ്പിച്ചു കളയാൻ എന്താണ് കാരണം? ഇപ്പോൾ ആരും വായിക്കരുത്. പിന്നീട് നിങ്ങൾ ഈ യോഗം കഴിയുമ്പോൾ ഈ ഭാഗം ഒന്ന് വായിച്ചോണം. എന്താണ് ദൈവത്തിന് അറപ്പായിരുന്ന കാര്യം, എന്താണ് ദൈവം ആ ദേശത്ത് നിന്ന് അവരെ ദേശം ശബ്ദിച്ചു കളയത്തക്ക നിലയിൽ അവരോട് ന്യായവിധി നടത്താനുള്ള കാരണം. ലേവ്യ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ പിന്നീട് ഒന്ന് വായിച്ചാൽ മതി. അതങ്ങനെ വായിക്കാൻ ഞാൻ സ്വകാര്യമായി വായിക്കാൻ പറഞ്ഞത്, 4 പേര് കൂടുന്നിടത്ത് പറയാൻ കൊള്ളാത്ത, വായിക്കാൻ കൊള്ളാത്ത, അതിഭയങ്കരമായ നീചമായ അശുദ്ധമായ പാപങ്ങൾ ചെയ്തു കൂട്ടിയവരായിരുന്നു
അവിടെ ഉണ്ടായിരുന്ന ജാതികൾ. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇവരോട് പറയുകയാണ്, അവര് ചെയ്തതുപോലെ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവര് ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജിക്കുന്നെന്നാണ്. നമുക്ക് നമ്മുടെ അധരം കൊണ്ട് പറയാൻ കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത അതിമൃഗീയമായ പരിതാപകരമായ പാപത്തിന്റെ അനുഭവത്തിൽ കഴിഞ്ഞിരുന്നവരായിരുന്നു ഈ ജാതികൾ. ഇസ്രായേലിനോട്, യഹൂദയോട് ദൈവം പറയുകയാണ്, ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ദേശം അവരെ ശബ്ദിച്ചു കളയാൻ, എനിക്ക് അവർ അറപ്പായി മാറാൻ അതാണ് കാരണം. നിങ്ങൾക്കാഗതി വരരുത്. ഇനി നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരണം കേട്ടോ. സവിശേഷമായ ഒരു ചിന്ത ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് തരികയാണ്. യെശയ്യാവിലൂടെ എന്താണ് പറയുന്നത്? അവര് അന്യജാതിക്കാരോട് കൈയടിച്ചവരായും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. യെശയ്യാവിന്റെ കാലത്ത്, യിരെമ്യാവിന്റെ കാലത്ത് യഹൂദയുടെ സ്ഥിതി എത്രമാത്രം പരിതാപകരമായിരുന്നു എന്ന് പറയാൻ ആ ഭാഗം മാത്രം എടുത്താൽ മതി. ദൈവത്തിന് അറപ്പുണ്ടാകത്തക്ക നിലയിൽ, ദൈവത്തിന് വെറുപ്പുണ്ടാകത്തക്ക നിലയിൽ, 4 പേരുടെ മുമ്പിൽ നമുക്ക് പറയാൻ കഴിയാത്ത നിലയിൽ അതിഭയാനകമായ, അതിദാരുണമായ അധപ്പതനമായിരുന്നു ജാതികൾക്കുണ്ടായിരുന്നതെങ്കിൽ ഇവരും ആ നിലവാരത്തിലേക്ക് താണുപോയി. അത്രമാത്രം പരിതാപകരമായ നിലയിൽ തരം താണവരായി, ആത്മീകമായി അധപ്പതിച്ചവരായി, ധാർമ്മികമായി തകർന്നവരായി യഹൂദ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ സ്തോത്രം, ദൈവം യിരെമ്യാവിലൂടെ അവരുടെ വർത്തമാനകാല സാഹചര്യം അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഇസ്രായേലേ, കുശവന്റെ കയ്യിൽ ചീത്തയായി പോയ പാത്രം ഉണ്ടല്ലോ, ചീത്തയായി പോയ കളിമണ്ണുണ്ടല്ലോ, ഇതുപോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ചീത്തയായിരിക്കുകയാണ്. ആ ചീത്തയായി പോയ കളിമണ്ണ് പോലെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി ആയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത്രമാത്രം തകർന്നു തരിപ്പണമായ ഈ യഹൂദയെ ദൈവം എറിഞ്ഞു കളയേണ്ടതാണ്, ദൈവം ഉടച്ചു കളയേണ്ടതാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തന്റെ മനോഭാവം അവരോട് എന്താ പറയുന്നത്? 5-ാമത്തെ വാക്യത്തിൽ അതുണ്ടല്ലോ, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, ഇസ്രായേൽ ഗ്രഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താ അതിന്റെ ആശയം? ചീത്തയായി പോയ പാത്രത്തെ, കളിമണ്ണിനെ, അയ്യോ കൊള്ളത്തില്ല, പോകട്ടെന്ന് പറഞ്ഞു കുശവൻ എറിഞ്ഞു കളഞ്ഞു. എറിഞ്ഞു കളഞ്ഞില്ല. പിന്നെ എന്താ കുശവൻ ചെയ്തത്? ചീത്തയായി പോയെങ്കിലും, പ്രയോജനരഹിതമായി പോയെങ്കിലും, തകർന്നു പോയെങ്കിലും, ഉടഞ്ഞു പോയെങ്കിലും, തന്റെ കരുണയാലും ദയയാലും പ്രീതി വാത്സല്യത്താലും അതിനെ മനോഹരമായൊരു പാത്രമാക്കി മാറ്റിയതുപോലെ, രാത്രി ഞാൻ പിന്നീട് പറയാനുള്ള കാര്യമാണ്, ഒന്നുകൂടെ പറയാം. ഞാൻ നിങ്ങൾക്ക് ഒരവസരം കൂടെ തരികയാണ്. എന്റെ സ്വപ്നം, എന്റെ താല്പര്യം, നിങ്ങളെ കുറിച്ചുള്ള എന്റെ പദ്ധതി, എന്റെ കരുതൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താം, ഞാൻ വ്യക്തമാക്കി തരാം. എറിയാനല്ല എന്റെ പദ്ധതി, ഉടച്ചു കളയാനല്ല എന്റെ പദ്ധതി, തകർക്കാനല്ല എന്റെ പദ്ധതി, ചേർത്തു പിടിക്കാനാണ്, പുനർനിർമ്മിക്കാനാണ്, പണിയാനാണ്, പ്രയോജനകരമാക്കാനാണ്. ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ ഹൃദയം ഞാൻ നിങ്ങളോട് പറയാം. എക്കാലവും ഏതൊരു വ്യക്തിയെ കുറിച്ചും എന്റെ ദൈവത്തിന്റെ തിരുഹൃദയം ഇതാണ്: എറിയാനല്ല, മുടിക്കാനല്ല, തകർക്കാനല്ല, ഉടയ്ക്കാനല്ല, ചേർത്ത് പിടിക്കാനും പണിയാനും താല്പര്യപ്പെടുന്ന ഒരു ദൈവം. തിരുവചനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചതഞ്ഞോടെ ഒടിക്കാൻ
കെടുത്താത്ത, പുകയുന്ന തിരിയെ കെടുത്താത്ത ഒരു നല്ല ദൈവം. എന്റെ പ്രിയ കർത്തൃദാസന്മാരെ, എന്റെ മാന്യ ശ്രോതാക്കളെ, എന്റെ ദൈവം അങ്ങനെ ആയതുകൊണ്ടല്ലേ, എന്റെ ദൈവത്തിന്റെ ഹൃദയം അതായതുകൊണ്ടല്ലേ ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഈ യോഗത്തിൽ സംബന്ധിച്ച് എന്റെ ദൈവത്തിന് സ്തോത്രം പറയാൻ അവസരം കിട്ടിയത്. എറിഞ്ഞു കളയാൻ, ഉടയ്ക്കത്തക്ക നിലയിൽ ഇല്ലാതെയാക്കാൻ, അറപ്പോടെ വെറുപ്പോടെ ഉപേക്ഷിക്കത്തക്ക നിലയിൽ എന്തെല്ലാം ജീവിതത്തിൽ വന്നുകൂടി, എന്നിട്ടും ചതഞ്ഞോടെ ഒടിക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം, എന്നോട് കാണിച്ച മഹാകരുണയ്ക്ക് എന്റെ ദൈവത്തിന് സ്തോത്രമെന്ന് പറയാൻ നന്ദിയുള്ള ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ കര ഞാനൊന്നുകൂടെ കാണട്ടെ. കര ഉയർത്തി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ രാത്രി ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. എന്റെ ആശയം ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് തരികയാണ്. സൂമായതുകൊണ്ട് ആശയം, റേഞ്ചിന്റെ പ്രശ്നം കൊണ്ടൊന്നും ആർക്കും ഇത് തിരിയാതെ പോകരുത്. അതുകൊണ്ട് ഒന്നുകൂടെ ശാന്തമായി പറയുകയാണ്. ഇസ്രായേലിന്റെ, യഹൂദയുടെ വർത്തമാനകാല സാഹചര്യം ദൈവം ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. ചീത്തയായി പോയ പാത്രം പോലെ, കളിമണ്ണ് പോലെ നിങ്ങൾ തകർന്ന് തരിപ്പണായിരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങളെ ഉപേക്ഷിക്കേണ്ടതാണ്, നിങ്ങളെ എറിഞ്ഞു കളയേണ്ടതാണ്, നിങ്ങളെ ഇല്ലാതെയാക്കേണ്ടതാണ്. പക്ഷേ എന്റെ ഹൃദയം, എന്റെ മനസ്സ്, എന്റെ താല്പര്യം ഞാൻ നിങ്ങളോട് പറയാം. ചീത്തയായി പോയെങ്കിലും, പ്രയോജനമില്ലാതായി പോയെങ്കിലും നിങ്ങളെ എറിഞ്ഞു കളയാൻ എനിക്ക് മനസ്സില്ല, നിങ്ങളെ തകർത്ത് കളയാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളെ പ്രയോജനപ്പെടുത്താനും, നിങ്ങളെ ചേർത്ത് പിടിക്കാനും, നിങ്ങളെ പണിയാനുമാണ് എന്റെ ആഗ്രഹം, എന്റെ പദ്ധതി. ഇനി മൂന്നാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരുന്നു. അതാണ് സവിശേഷമായി ഞാൻ നിങ്ങളോട് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിങ്ങളെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ, നിങ്ങളെ എനിക്ക് ചേർത്ത് പിടിക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ചേർത്ത് പിടിക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 18 അധ്യായം അതിന്റെ 11 വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18 അധ്യായം അതിന്റെ 11 വാക്യം. ആകയാൽ നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരനർത്ഥം നിർമ്മിച്ചു, നിങ്ങൾക്ക് വിരോധമായി ഒരു നിരൂപണം നിരൂപിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവീൻ. മതി, വളരെ നന്ദി. ശാന്തമായി ഞാനതൊന്ന് വിശദീകരിക്കാം. പ്രിയരെ, ദൈവം ഇവിടെ ഒരു കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്താണ് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? അവരോട് പറയുന്നുണ്ടല്ലോ, ഒരനർത്ഥം, ഞാൻ നിങ്ങൾക്ക് ഒരു അനർത്ഥം നിർമ്മിച്ച് നിങ്ങൾക്ക് വിരോധമായ ഒരു നിരൂപണം നിരൂപിക്കുന്നു. എന്താണ് ദൈവം പറയുന്നതിന്റെ അർത്ഥമെന്ന് മനസ്സിലാകണമെങ്കിൽ 7 വാക്യം മുതൽ നമ്മളതൊന്ന് വിശകലനം ചെയ്യണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം വേണമെങ്കിൽ ഞാനത് വായിച്ചോളാം. യിരെമ്യാ 18:7 മുതൽ. ഞാൻ ഒരു ജാതിയെ കുറിച്ചോ ഒരു രാജ്യത്തെ കുറിച്ചോ അതിനെ പറിച്ച് ഇടിച്ച് നശിപ്പിച്ചു കളയും എന്ന് അരുളി ചെയ്തിട്ട്, ഞാൻ അങ്ങനെ അരുളി ചെയ്ത ജാതി തന്റെ ദുഷ്ടത വിട്ട് തിരിയുന്നു എങ്കിൽ അതിനോട് ചെയ്യുവാൻ നിരൂപിച്ച ദോഷത്തെ കുറിച്ച് ഞാൻ അനുദപിക്കും. ഒരു ജാതിയെ കുറിച്ചോ രാജ്യത്തെ കുറിച്ചോ ഞാൻ അതിനെ പണികയും നടുകയും ചെയ്യും എന്ന് അരുളി ചെയ്തിട്ട്, അതെന്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നു എങ്കിൽ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്ത നന്മയെ കുറിച്ച് ഞാൻ അനുദപിക്കും. ദൈവം ഇവരോട് പറയുകയാണ്, ഞാനൊരു ജാതി അവരുടെ അതിക്രമങ്ങൾ നിമിത്തം, ദുഷ്ടത നിമിത്തം, അവരുടെ അനുസരണക്കേട് നിമിത്തം ഞാൻ അവരെ മുടിച്ചു കളയാൻ പോവുകയാണ്, ഞാൻ അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്, നശിപ്പിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോ എന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അവര് വിധേയപ്പെട്ടാൽ, അവര് മാനസാന്തരപ്പെട്ടാൽ, അവര് മടങ്ങി വന്നാൽ ഞാൻ അവർക്ക് വരുമെന്ന് അരുളി ചെയ്ത ന്യായവിധി മാറ്റിക്കളയും, ഞാൻ അതിനെ ഒഴിവാക്കും. അതിന്റെ ഒരു ഉദാഹരണം, മനോഹരമായ ഉദാഹരണം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഞാനത് പറയേണ്ട കാര്യമില്ലല്ലോ. നിനവെ പട്ടണം നമുക്കറിയല്ലേ. നിനവെ, യോനായുടെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം. 3 അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ പെട്ടെന്ന് എബ്രാം പാസ്റ്റർ ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിച്ചോളൂ. നമുക്ക് മനഃപ്പാഠം അറിയാവുന്നതാണ്, എങ്കിലും ഇതിനോടൊന്ന് ചേർത്ത് വയ്ക്കാം. ഒരു പട്ടണത്തെ കുറിച്ച്, ഒരു രാജ്യത്തെ കുറിച്ച്
കുറിച്ച്, ഒരു കുടുംബത്തെ കുറിച്ച് ദൈവം ഒരു അനർത്ഥം അവരുടെ അകൃത്യ നിമിത്തം, അശുദ്ധ നിമിത്തം, അതിക്രമ നിമിത്തം, അനുസരണക്കേട് നിമിത്തം അവർക്ക് സംഭവിക്കുന്ന ന്യായവിധിയെ കുറിച്ച് വിളിച്ചു പറയുമ്പോ ദൈവശബ്ദത്തിന് വിധേയപ്പെട്ട അകൃത്യത്തെ കുറിച്ച് അനുദപിച്ചാൽ ദൈവം ആ ന്യായവിധി മാറ്റിക്കളയും എന്നതിന്റെ മനോഹരമായ ഉദാഹരണമല്ലേ? ദേവദാസനെ പെട്ടെന്ന് വായിക്കാമോ? 3 വാക്യം പറയാമോ? 3-ാം അധ്യായത്തിന്റെ 8 മുതൽ 10 വരെ. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കിലുള്ള സാഹസവും വിട്ട് മനം തിരികുകയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിന് അവന്റെ ഉഗ്രകോപം വിട്ട് മാറുമാറായിരിക്കും. ആർക്കറിയാം? അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളെ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളിച്ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. വളരെ നന്ദി. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. നമുക്ക് അതിന് ഒത്തിരി വിശദീകരണത്തിന്റെ ആവശ്യകത ഇല്ലല്ലോ. 40 ദിവസത്തിനകം ഈ പട്ടണം തകർന്നു തരിപ്പണമാകും. മനുഷ്യര് മുഴുവൻ മരിച്ചു മറയും. ഓർമ്മയിൽ പോലും ഈ പട്ടണം കാടില്ല. അതിഭയാനകമായ ന്യായവിധിയുടെ ദൂത് യോന അവിടെ വിളിച്ചു പറയുക. മനസ്സില്ല മനസ്സോടാ യോന അവിടെ എത്തിയതല്ലേ? പക്ഷെ ദൈവത്തിന് ആ പട്ടണത്തോട്, ആ ജനത്തോടുണ്ടായിരുന്ന കരുണ, ദൈവത്തിനുണ്ടായിരുന്ന മഹാദയ, ദൈവത്തിന്റെ പ്രീതി വാത്സല്യം, അത് നിമിത്തം പ്രവാചകനെ അവിടെ അയക്കുകയാണ്. ക്ലേശപൂർണമായ അനുഭവത്തിലൂടെ യോനായ വഴി തിരിച്ചുവിട്ട് ദൈവം തന്റെ പദ്ധതികൾ അവിടെ വെളിപ്പെടുത്തുകയാണ്. സാധാരണക്കാര് മുതൽ രാജാവ് വരെ, അല്ലെ, ആബാലവൃദ്ധം എല്ലാവരും ഉപവസിക്കുന്നു. അവിടുത്തെ ഒരു പ്രത്യേക പദമുണ്ട്: നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ദൈവം ക്ഷമിക്കും. ആർക്കറിയാം? ആരായി പറയുന്നത്? ജാതീയ രാജാവാണ് കേട്ടോ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. സത്യദൈവത്തെ കുറിച്ചുള്ള വലിയ വെളിപ്പാടൊന്നും ലഭിക്കാത്ത യഹൂദൻ എന്ന ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ജനവിഭാഗത്തിലൂടെയാണ് ജാതികൾക്ക് ഈ സത്യദൈവത്തെ കുറിച്ചുള്ള കുറെയൊക്കെ വെളിപ്പാടെങ്കിലും ലഭ്യമായിട്ടുള്ളത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ യഹൂദന്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഈ ദൈവം ആരാണെന്ന് ദൈവം ജാതികൾക്കും കൂടെ വെളിപ്പെടുത്തുകയായിരുന്നു. ആ ഭാഗത്തേക്ക് പോകുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് രാഹാബ് എന്ന് പറയുന്ന വേശ്യ പറഞ്ഞതാണ്, അല്ലെ? മിസ്രൈമിൽ നിന്ന് ദൈവം നിങ്ങളെ പുറപ്പെടുവിച്ചതും ചെങ്കടൽ വറ്റിച്ചതും മരുഭൂമിയിൽ നിങ്ങളെ നടത്തിയതും എല്ലാം ഞങ്ങൾ കേട്ടു. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെയും നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇന്നലകളിൽ ചെയ്തിട്ടുള്ള പ്രവർത്തികളെയും ഒക്കെ കേട്ടിട്ട് ഇവിടെയുള്ള മനുഷ്യർ ഏകദേശം മരവിച്ചതുപോലെയാണ്, അത്ഭുത സ്തബ്ധരാണ്. ചുരുക്കി പറഞ്ഞാൽ, ചുറ്റുപാടുമുള്ള ജാതീയ സമൂഹത്തിന് യഹൂദന്റെ ജീവിതാനുഭവത്തിലൂടെ ഈ ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു. അപ്പൊ ആ നിലകളിൽ യഹൂദന് വേണ്ടി ഇന്നലകളിൽ ദൈവം ചെയ്തിട്ടുള്ള അനുഭവങ്ങളിലൂടെ സത്യദൈവത്തെ കുറിച്ചുള്ള ചില കേവലം വെളിപ്പാടുകൾ ലഭ്യമായിട്ടുള്ള നിലവേ പട്ടണത്തിലെ രാജാവും ജനങ്ങളും ആ പ്രവാചകനായ യോനയിലൂടെയുള്ള ദൈവിക അരുളപ്പാട് കേട്ടപ്പോ, ന്യായവിധിയെ കുറിച്ചുള്ള ദൂത് കേട്ടപ്പോ അവര് നെടുമ്പാട് വീട് കരഞ്ഞു. അവർ അനുദപിച്ചു. വിശദീകരണം വേണ്ടല്ലോ. ദൈവം അവർക്ക് വരുമെന്ന് അരുളി ചെയ്ത ന്യായവിധി ഒഴിവാക്കി കൊടുക്കുന്നു. അപ്പൊ ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്താ? ദൈവം ഒരു പട്ടണത്തോടോ ഒരു രാജ്യത്തോടോ ഒരു ജാതിയോടോ ഞാനതിനെ പണികയും നടുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തിട്ട് അതിന്റെ വാക്ക് കേട്ടനുസരിക്കാതെ എനിക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത നന്മയെ കുറിച്ച് ഞാൻ അനുദപിക്കും. അതിന് മനോഹരമായ ഉദാഹരണം യഹൂദനാണ്. എന്നാൽ യഹൂദയുടെ ചരിത്രമാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മനോഹരമായ ഒരു ഉദാഹരണം ഇന്ന് രാത്രി ഒന്ന് ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 11-ാം അധ്യായം എന്ന് എടുത്തേ. 11-ാം അധ്യായം അതിന് 38-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിന് 38-ാമത്തെ വാക്യം. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നൊക്കെയും നീ കേട്ടു, എന്റെ വഴികളും നടന്ന് എന്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമായുള്ളത് ചെയ്താൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ ദാവീദിന് പണിതതുപോലെ നിനക്ക് സ്ഥിരമായ ഒരു ഗ്രഹം പണിത്
ഇസ്രായേലിനെ നിനക്ക് തരും, ദാവീദിന്റെ സന്തതിയെയോ ഞാൻ വിശദീകരിച്ചോട്ടെ. അഹിയാ പ്രവാചകൻ ശലോമോന്റെ ദാസനായ യെരോബയാം അല്ലെ, ആ യെരോബയാമിനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു പുത്തൻ അങ്കി ധരിച്ചിരുന്നു. ആ പുത്തൻ അങ്കി 12 കഷണമായി വിഭജിച്ചു. എന്നിട്ട് 10 കഷണം അവന് കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലെ ഇസ്രായേലിനെ ദൈവം വിഭജിക്കാൻ പോകുന്നു, 10 രാജ്യത്തിന്റെ അധിപതിയാക്കി നിന്നെ മാറ്റാൻ പോകുന്നു. അത് ഒത്തിരി വിശദീകരണം വേണ്ടല്ലോ. എന്നിട്ട് മനോഹരമായ ഒരു വാഗ്ദത്തം കൈമാറുകയാണ്. ഞാൻ ആ വാഗ്ദത്തം വായിച്ചപ്പോ എനിക്ക് അത്ഭുതം തോന്നി. എന്താ അറിയാമോ? നിന്റെ ഗ്രഹത്തെ ദാവീദിന്റെ ഗ്രഹം പോലെ ഞാൻ എന്നേക്കും സ്ഥിരമാക്കും. 10 ഗോത്രങ്ങളെ വടക്കേ രാജ്യത്തിന്റെ ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രഥമ രാജാവായി യെരോബയാമിനെ ദൈവമാക്കുമ്പോൾ യെരോബയാമിനെ കുറിച്ച്, കുടുംബത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു? തലമുറ 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 തലമുറയായി എന്നേക്കും ഭരണാധികാരികളായി ആ രാജ്യം അവരാൽ ഭരിക്കപ്പെടണമെന്നായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അഹിയ പ്രവാചകനിലൂടെ ദൈവം ആ സുന്ദര വാഗ്ദത്തം യെരോബയാമിന് കൈമാറിയതാണ്. പക്ഷേ ആ വാഗ്ദത്തം ലഭ്യമായ യെരോബയാം അധികാരം നിലനിർത്താൻ ഏതെല്ലാം നിലകളിലുള്ള കുറുക്കു വഴികൾ പ്രയോഗിച്ചു എന്ന് ആ ഭാഗം പിന്നീട് നിങ്ങളെന്ന് വായിച്ചു പഠിച്ചാൽ മതി. ഇന്ന് രാത്രി വിമർശനാത്മകമായ ഒരു ചിന്തയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ആ മേഖലയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദാനിലും ബേഥേലിലും ഒക്കെ കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ചിട്ട് ഇസ്രായേലിനെ നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയായ ദൈവം ഇതാണെന്ന് പറഞ്ഞ് അല്ലെ, യഹോവയുടെ ഉത്സവങ്ങൾക്ക് പകരം സ്വമേധയ ഉത്സവങ്ങൾ ക്രമീകരിച്ചു. ലേവ്യർ അല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. ദാനിലും ബേഥേലിലും ഒക്കെ കാളക്കുട്ടിയെ ഉണ്ടാക്കി വെച്ച്, ചുരുക്കി പറഞ്ഞാൽ യെരൂശലേമിലേക്ക് ഇവർ ആരാധനയ്ക്ക് പോയി. ഈ ജനം ഒരുമിച്ച് വീണ്ടും ഇവരെ യഹൂദയുടെ ഭരണത്തിലേക്ക്, ദാവീദിന്റെ സന്തതി പരമ്പരകളുടെ ഭരണത്തിന്റെ കീഴിലേക്ക് മാറുമോ എന്ന ഉൾഭയം, ആശങ്ക, തെറ്റിദ്ധാരണ, അകാരണ ഭയം ഇവൻ ദേഹത്തിന്റെ അകത്ത് കയറിക്കൂടി. തനിക്കും തന്റെ മക്കൾക്കും ഈ ഭരണം ഉറപ്പിക്കപ്പെടേണ്ടതിന് കുൽസിത മാർഗങ്ങൾ അവലംബിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ ഗതികേട്? എവിടെ ചെന്നു ഈ കുൽസിത മാർഗങ്ങൾ, ഈ വഴിവിട്ട മാർഗങ്ങൾ യെരോബയാമിനെ എവിടെ കൊണ്ട് എത്തിച്ചു? 14-ാമത്തെ വാക്യം ഒന്ന് വരാൻ നമുക്ക്. 1 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 8 മുതൽ 10 വരെ. രാജ്യത്വം ദാവീദ് ഗ്രഹത്തിൽ നിന്ന് കീറിയെടുത്ത് നിനക്ക് തന്നു. എങ്കിലും എന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും എനിക്ക് പ്രസാദമുള്ളത് മാത്രം ചെയ്യുവാൻ പൂർണ്ണ മനസ്സോടുകൂടെ എന്നെ അനുസരിക്കുകയും ചെയ്ത് എന്റെ ദാസനായ ദാവീദിനെ പോലെ നീ ഇരിക്കാതെ നിനക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ദോഷം ചെയ്തു. എന്നെ കോപിപ്പിക്കേണ്ടതിന് ചെന്ന നിനക്ക് അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ നിന്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞു. അതുകൊണ്ട് ഇതാ ഞാൻ യെരോബയാമിന്റെ ഗ്രഹത്തിന് അനർത്ഥം വരുത്തി. യെരോബയാമിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷ പ്രജയെ ഒക്കെയും ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയും. കാഷ്ടം കോരിക്കളയുന്നത് പോലെ യെരോബയാമിന്റെ ഗ്രഹം തീരെ മുടിഞ്ഞു പോകും വരെ വായിക്കാൻ തന്നെ നമുക്ക് ഭയം തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി അത് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരായി പറയുന്നതെന്നറിയാമോ? അഹിയ പ്രവാചകൻ തന്നെയാ. ആ സാഹചര്യം കൂടെ നിങ്ങൾ വീട്ടിൽ ചെന്നത് വായിക്കണം കേട്ടോ. ഈ യെരോബയാമിന്റെ മകൻ ദീനമായി കിടക്കുമ്പോ പ്രവാചകന്റെ മുമ്പിൽ ചെല്ലാനുള്ള പ്രാഗൽഭ്യം ഇദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ട് സ്വന്തം ഭാര്യയെ വേഷം കെട്ടിച്ചു വിടുകയാണ്. വേഷപ്രച്ഛന്നയായി ചെല്ലുകയാണ്. യെരോബയാമിന്റെ ഭാര്യയാണെന്നൊന്നും പറയരുത്, രാജ്ഞിയായിട്ടൊന്നും നീ ചെല്ലരുത്, നീ ഒരു സാധാരണ സ്ത്രീയുടെ വേഷം കെട്ടിച്ചെല്ല്. എന്നിട്ട് ഞാൻ രാജാവാകുന്നതിന് മുമ്പ് എന്നോട് രാജാവാകുമെന്ന് പറഞ്ഞൊരു പ്രവാചകനുണ്ട്, അഹിയാവ്. അന്ന് അഹിയാവിന്റെ പ്രത്യേകത എന്താ? കണ്ണു കാണാൻ വയ്യ, വയോവൃദ്ധനായ അഹിയ പ്രവാചകൻ. പക്ഷെ ഇവള് വീട്ടിൽ വരുന്നതിന് മുമ്പ് ദൈവം അഹിയാവിനോട് പറഞ്ഞു, അഹിയാവേ, യെരോബയാമിന്റെ ഭാര്യ വേഷം കെട്ടി വരുന്നുണ്ട്, അവൾ അന്യ സ്ത്രീയുടെ വേഷം കെട്ടി വരും, നീ അവളോട് ഇങ്ങനെ ഇന്ന നിലയിൽ സംസാരിക്കാൻ പറഞ്ഞു. സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഭയത്തോടെ ഞാനൊരു കാര്യം പറയാം. നമ്മൾ എത്ര വേഷം
വേഷം കെട്ടിയാലും ആ വേഷം കെട്ടലുകളൊന്നും വിലപ്പോകാത്ത ഇടമാണ് ദൈവസന്നിധി എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കാൻ എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്? അവരുടെ കരം ഞാൻ ഒന്നുകൂടെ കാണട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, വേഷം കെട്ടലുകൾ കൊണ്ട് അല്പകാലം നമുക്ക് പിടിച്ചു നിൽക്കാം, പക്ഷെ അധികകാലം നീളുന്നതിന് മുമ്പ് എല്ലാ വേഷം കെട്ടലുകളും ഉടഞ്ഞു വീഴും. ലോക ചരിത്രം അത് നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ തിരുവചനത്തിന്റെ ചരിത്രം നമ്മെ അത് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഭക്തി, ദൈവത്തിന് സ്തോത്രം, ആത്മീയത വേഷം കെട്ടലാകരുത്. അതിന് അല്പായുസ്സും മാത്രമേ ഉള്ളേ എന്ന് രാത്രി വിനയത്തോടെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഈ വചന ശുശ്രൂഷയിൽ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അഹിയ പ്രവാചകൻ പറയുന്ന ദൂതാണ് നമ്മൾ വായിച്ചത്. ഏത് പ്രവാചകനാണോ? ദാവീദ് ഗൃഹത്തെ പോലെ നിന്റെ സന്തതി എന്നേക്കും ഇസ്രായേലിനെ ഭരിക്കും എന്ന് പറഞ്ഞത് ഏത് പ്രവാചകനിലൂടെയാണോ? ഏത് പ്രവാചകനാണോ? അതേ പ്രവാചകനിലൂടെ ദൈവം ആ പ്രവാചകൻ തന്നെ സംസാരിക്കുകയാണ്. ഇല്ല, അങ്ങനെ സംഭവിക്കില്ല. ഞാൻ നിന്റെ വംശത്തെ നശിപ്പിച്ചു കളയും. ഇസ്രായേലിലെ ചരിത്രം പരിശോധിച്ചാൽ ആ രാജവംശം പാതി വഴി കുടഞ്ഞുപോയി. യെരോബെയാമിന്റെ സന്തതി പരമ്പരകൾ അധികം ഇസ്രായേലിനെ ഭരിച്ചില്ല. സഹോദരങ്ങളെ, ഇന്ന് രാത്രി നമ്മുടെ ചിന്ത അവിടേക്ക് പോകണ്ട, നമുക്ക് മടങ്ങി വരാൻ. കേട്ടോ, ദൈവം പറയുന്നത് കേട്ടോ. എന്താ പറയുന്നത്? ഞാനൊരു ജാതിയെ കുറിച്ച് അനർത്ഥം പറഞ്ഞിട്ട് അനുദപിച്ചാൽ ഞാനത് ഒഴിവാക്കും. എന്നാൽ ഒരു ജാതിയെ കുറിച്ച് ഞാൻ അനുഗ്രഹത്തിന്റെ വായ്ത്തത്വം പറഞ്ഞിട്ട് അവര് തോന്നിയതുപോലെ ജീവിച്ചാൽ, എന്നോട് മറന്നടിച്ചാൽ, ഞാൻ അങ്ങനെ പറഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് അവന്റെ അനീതിക്കും അശുദ്ധിക്കും കൂട്ടുനിന്ന് ഞാൻ അത് നിവർത്തിക്കില്ല. ഇത് പറഞ്ഞിട്ട് ഞാൻ ആ തിരുവഴുത്ത് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തരാനാണ്. ഇത് പറഞ്ഞിട്ടാണ് 11ാമത്തെ വാക്യത്തിൽ പറയുന്നത്. യിരെമ്യാവിനോട് പറയുക, ആകയാൽ നീ ചെന്ന്, ദൈവം തന്റെ സ്വഭാവം ഇവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് പറയുകയാണ്, ആകയാൽ നീ ചെന്ന് യഹൂദാ പുരുഷന്മാരോടും യെരൂശലേം നിവാസികളോടും പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരു അനർത്ഥം നിർമ്മിച്ച് നിങ്ങൾക്ക് വിരോധമായ ഒരു നിരൂപണം നിരൂപിക്കുന്നു. അർത്ഥം എന്താ? ബാബിലോണിന്റെ പ്രവാസത്തിലേക്ക് ഞാൻ നിങ്ങളെ വിടാൻ പോകുകയാണ്. ബാബിലോണിന്റെ സാമ്രാജ്യത്തിന്റെ സാമ്രാട്ടായ നെബൂഖദ്നേസറും സൈന്യവും നിങ്ങളെ പിടിച്ചുകൊണ്ടു പോകാൻ വരികയാണ്. ഞാൻ ഒരു അനർത്ഥം നിർണയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വിരോധമായ ഒരു നിരൂപണം നിരൂപിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം, ഞാൻ അങ്ങനെ അനർത്ഥം വരുത്തുമെന്ന് തീരുമാനിച്ചതുകൊണ്ടും നിരൂപിച്ചതുകൊണ്ടും അത് വരണമെന്നില്ല, അത് ഞാൻ വരുത്തണമെന്നില്ല. എന്റെ സ്വഭാവം ഞാൻ പറയാം, ഞാൻ അത് ഒഴിവാക്കാം. എത്ര പേർക്ക് ഞാൻ ഇന്ന് രാത്രി പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ദൈവം തന്റെ സ്വഭാവം പറയുക, ഞാൻ അത് ഒഴിവാക്കാം. പക്ഷെ ഒഴിവാക്കണമെങ്കിലേ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും താന്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവർത്തികളും നന്നാക്കുകയും. വിനയത്തോടെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ദൈവത്തിന്റെ ന്യായവിധി ഒഴിവാകാൻ, ദൈവകോപം ഒഴിവാകാൻ ഒന്നല്ലാതെ വേറെ ഒരു മാർഗമില്ല. അത് മാനസാന്തരമാണ്, അത് അനുതാപമാണ്, അത് പശ്ചാത്താപമാണ്, അത് ഏറ്റുപറച്ചിലാണ്. മാനസാന്തരത്തിനും അനുതാപത്തിനും പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല. ദൈവ തിരുഹൃദയം നിനക്കും നമുക്ക് അനുകൂലമായി തിരിയാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് മാനസാന്തരമാണ്, അത് അനുതാപമാണ്, അത് ഏറ്റുപറച്ചിലാണ്. അതരങ്ങുന്ന ദൈവത്തിന് ആവേശത്തോടെ സ്തോത്രം പറയാൻ എത്ര പേർക്ക് രാത്രി മനസ്സുണ്ട്? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഈ ചിന്ത നമ്മുടെ അകത്ത് കയറണം കേട്ടോ. മാനസാന്തരം, അനുതാപം, മടങ്ങി വരവ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അത്രമാത്രം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്വപ്നം ദൈവം പറയുക, ഞാൻ നിങ്ങളെ വിട്ടുകൊടുക്കില്ല. പ്രവാസം ഞാൻ ഒഴിവാക്കാം, ന്യായവിധി ഒഴിവാക്കാം. ഒറ്റ കാര്യം ചെയ്താൽ മതി,
നിങ്ങളുടെ ഓരോരുത്തരും താൻ്റെ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ. ഇനി 4ാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. 2 കാര്യം കൂടെ പറഞ്ഞ സമയത്ത് തന്നെ നിർത്തിക്കോളാം. 4ാമത്തെ ചിന്ത ഇതാ. ഈ ദൈവ തിരുഹൃദയത്തോടുള്ള, ദൈവ ശബ്ദത്തോടുള്ള, ദൈവിക ഭക്തതയോടുള്ള ഇവരുടെ സമീപനം എന്തായിരുന്നു? ഇവരുടെ പ്രവൃത്തി, ഇവരുടെ പ്രതികരണം എന്തായാലും നമുക്ക് നോക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം. അയ്യോ, അത് പറയുമ്പോ എനിക്ക് ഭയം വരുന്നു. യിരെമ്യാ 18:12. അതിന് അവർ, ഇത് വെറുതെ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും, ഞങ്ങളിൽ ഓരോരുത്തരും താന്താന്റെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. മതി, ഒത്തിരി വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ഞാൻ നിൽക്കുന്ന ദൈവമേ, ദൈവത്തിന്റെ ഹൃദയം ഇവരുടെ മുമ്പിൽ ദൈവം തുറന്നു വെച്ചിട്ട് നിങ്ങളെ ഓരോരുത്തരും നിങ്ങളുടെ ദുർമാർഗം വിട്ട് തിരിഞ്ഞു മാനസാന്തരപ്പെട്ട പാപം വിട്ട് തിരിഞ്ഞ മടങ്ങി വന്ന ഞാൻ ഈ പ്രവാസം ഒഴിവാക്കി തരാം, ന്യായവിധി ഒഴിവാക്കി തരാമെന്ന് ദൈവം തന്റെ ഹൃദയം അവരോടുമായി പങ്കുവെക്കുമ്പോ അവര് പറയാ, അതിനവർ ഇത് വെറുതെ. നമ്മുടെ നാടൻ ഭാഷ ഞാൻ പറയാ, ഞങ്ങൾ എത്ര പ്രസംഗം കേട്ടേക്കും, ഞങ്ങൾ ഇതുപോലെ എത്ര പ്രവാചകന്മാരെ കണ്ടേക്കുന്നു, എത്ര പ്രവചനം കേട്ടിരിക്കുന്നു, ഇത് വെറുതെ. ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറയാ, ഞങ്ങളിൽ ഓരോരുത്തരും താൻ്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ കാണും, ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങൾ പോകും, ഞങ്ങൾക്ക് തോന്നിയത് വരികയും പോവുകയും ചെയ്യും. ഞങ്ങളുടെ ഇഷ്ടം പോലെ ഞങ്ങൾ എന്തു കോലവും കെട്ടും. ചോദിക്കാനും പറയാനും തിരുത്താനും നിങ്ങൾ ആരാ? ഞാൻ ഈ ഭാഗം പറഞ്ഞു വരുമ്പോ വേറൊരു കാര്യം കൂടെ പറയാം കേട്ടോ. ഈ തിരുത്താൻ പോകുന്നവർക്ക് ഒത്തിരി കുഴപ്പമുണ്ടാവും എന്ന് പറഞ്ഞാൽ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ ഭാഗത്തേക്ക് ഞാൻ വരാം. അതുകൊണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയാമോ? ഇപ്പൊ തിരുത്താൻ ആർക്കും മനസ്സില്ല. എന്താ ഇതിന്റെ കാരണം? ആരും ആരുടെ കയ്യിൽ നിന്നും തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിച്ച് ഒരു യോഗം അനുഗ്രഹിക്കപ്പെട്ടൊക്കെ അങ്ങ് പോകട്ടെ എന്നൊരു വല്ലാത്തൊരു മനോഭാവത്തിലേക്ക് നമ്മളൊക്കെ ആയി മാറിയിട്ടുണ്ട്. എന്നെ കൂടെ ഉൾപ്പെടുത്തിയ ഇന്ന് രാത്രി കൂപ്പി പിടിച്ച് ഞാൻ പറയുന്നത്, കാരണം നമ്മൾ ആരുടെ മുഷിച്ചിന് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ, അതല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞ് കടുംപെട്ട് പറ്റണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ. ദൈവത്തിന്റെ ഹൃദയം തിരിച്ചറിയണം, ദൈവത്തിന്റെ മനസ്സ് തിരിച്ചറിയണം. ദൈവത്തിന്റെ ഹൃദയം ജനത്തെ സന്തോഷിപ്പിക്കുക എന്നതിനപ്പുറത്ത് നിത്യതയ്ക്കായി അവരെ ഒരുക്കുക എന്നുള്ളതാണ്. ഒരു ദൈവ മനുഷ്യന്റെ അകത്ത് നിത്യതയ്ക്കായി ജനം ഒരുങ്ങപ്പെടുക എന്നതിനപ്പുറത്ത് ഒരു സ്വപ്നവും ഉണ്ടാകാൻ പാടില്ല. എത്ര പേർക്ക് ആദരം തുറന്നിന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ശീഘ്രഗതിയിൽ പോയാലേ നമുക്ക് കാര്യങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. അവര് പറയുകയാണ്, ഇല്ലില്ലില്ലില്ലില്ല, ഞങ്ങൾ അങ്ങനെ നന്നാകാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി ഞാൻ ആ പറഞ്ഞ ആശയത്തിലേക്ക് വരാം. ഇവര് ദൈവശബ്ദത്തോട് പ്രതികരിക്കുക മാത്രമല്ല, ഞങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാൻ ഞങ്ങളെ നിയന്ത്രിക്കാൻ ആരും വരണ്ടെന്ന് പറഞ്ഞത് മാത്രമല്ല, ഈ ദൂത് പറഞ്ഞ യിരെമ്യാവിനോടുള്ള ഇവരുടെ മനോഭാവം എന്തായിരുന്നു കൂടെ നമുക്കൊന്ന് നോക്കണ്ടേ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം പെട്ടെന്നെടുത്തു. 18-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം വായിച്ചേ. യിരെമ്യാ 18:18. എന്നാൽ അവർ വരുവിൻ, നമുക്ക് യിരെമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. പുരോഹിതന്റെ പക്കൽ ഉപദേശവും ജ്ഞാനിയുടെ പക്കൽ ആലോചനയും പ്രവാചകന്റെ പക്കൽ അരുളപ്പാടും ഇല്ലാതെ പോകുകയില്ല. വരുവീൻ, നാം അവനെ നാവ് കൊണ്ട് കൊന്നുകളക, അവന്റെ വാക്ക് ഒന്നും നാം ശ്രദ്ധിക്കരുത് എന്ന് പറഞ്ഞു. മതി, ഞാനതൊന്ന് ഒന്ന് പറഞ്ഞോട്ടെ, ഒഴിച്ചു പറഞ്ഞോട്ടെ. യിരെമ്യാവ് ദൈവത്തിന്റെ ശബ്ദമായി നിന്ന് ദൈവത്തിന്റെ ഹൃദയം ഇവരോട് പറയുമ്പോ ഇവർ യിരെമ്യാവിനെ തെറ്റിദ്ധരിച്ചു. യിരെമ്യാവിന് എന്തോ ഇവരോടുള്ള വിരോധം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നെന്ന് തെറ്റിദ്ധരിച്ചിട്ട്, ഞാൻ പറയാം തെറ്റിദ്ധാരണയായിരുന്നെന്ന് പിന്നീട് വിശദീകരിക്കാം. ഇവര് പറയുകയാണേ, എന്താ പറയുന്നത് അറിയാവോ? നമുക്ക് യിരെമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം എന്ന് പറഞ്ഞാൽ ആശയം. ഈ ഉപായങ്ങളെ ചിന്തിക്കാൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം, ഒറ്റ കാര്യം പറയുന്നു. ഇങ്ങേരും
മറ്റുള്ളവരെക്കാൾ ഒട്ടും മെച്ചപ്പെട്ടവനല്ല, നമ്മളെ പോലെയൊക്കെ തന്നെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വിഫല ശ്രമം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് കേട്ടോ. ഉപദേശം പറയാൻ ആരാ ഇവിടെ യോഗ്യൻ? കാര്യം പറയാൻ ഇവിടെ ആരാ യോഗ്യൻ? ആരാ ഇത്ര നല്ല ആളുള്ളത്? എല്ലാവരെയും കരിവാരിത്തേച്ചും ആരും അങ്ങനെ യോഗ്യന്മാരല്ലെന്ന് വരുത്തി തീർത്തും ആത്മീക ഉപദേശങ്ങളോട് നല്ല നിത്യതയെ സംബന്ധിച്ച് നിത്യതയിൽ എത്തപ്പെടണമെന്നുള്ള ആഗ്രഹത്തിൽ ആത്മാർത്ഥമായി ദൈവവചനം ശുശ്രൂഷിക്കുന്നവരെ ഇകഴ്ത്താനും കരിവാരിത്തേക്കാനുമുള്ള പദ്ധതി അന്നെന്ന പോലെ ഇന്നുണ്ട്. ഇന്ന് രാത്രി ഞാൻ വിനയത്തോടെ വിളിച്ചു പറയുകയാണ്, അങ്ങനെ ചെയ്യരുതേ. ദൈവസന്നിധിയിൽ അത് തെറ്റാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി എന്നോട് ചേർന്ന ആ പദത്തിന് ആമേൻ പറയാൻ മനസ്സുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വിനയത്തോടെ പറയുന്നു. അത് നമുക്ക് അനുഗ്രഹമല്ല, അത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ്. രണ്ടാമത് അവർ പറയുകയാണ്, എന്താണ് പറയുന്നത്? നമുക്ക് അവനെ നാവ് കൊണ്ട് കളയാം. ഈ എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു ആശയം, ധാരാളം ആശയങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ നാടൻ ഭാഷയെ മനസ്സിലാകുന്നില്ല. അപവാദം പറഞ്ഞു വരും, ഇല്ല കഥ പറഞ്ഞു വരത്തുക, എഴുതി പിടിപ്പിക്കുക, നാവ് കൊണ്ട് നമുക്ക് അവനെ കൊന്നുകളയാം. എന്താ യിരെമ്യാവ് ചെയ്ത ദോഷം? മാനസാന്തരപ്പെടണമെന്ന് ദൈവം പറയുന്നു. അതല്ലേ യിരെമ്യാവ് പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. ഇതല്ലേ യിരെമ്യാവ് പറഞ്ഞുള്ളൂ. ഈ പറഞ്ഞ യിരെമ്യാവിനോടുള്ള അവരുടെ പ്രതികരണം: ഒന്ന്, അവർ ഉപായം ചിന്തിച്ചു; രണ്ട്, അവനെ നാവ് കൊണ്ട് കൊന്നുകളയുക; മൂന്ന്, അവന്റെ വാക്കൊന്നും നാം ശ്രദ്ധിക്കരുത്. എനിക്ക് അതാ വലിയ സങ്കടമായിട്ട് തോന്നുന്നത്. ഞാനൊന്ന് ശ്രദ്ധിച്ച്, ഞാനിപ്പോ ഇന്ന് രാത്രി നിങ്ങളോട് പ്രസംഗിക്കുക, നിങ്ങളെല്ലാരും കൂടെ താടിക്ക് കൈയും കൊടുത്തിട്ട് KJ തോമസേ ഏതായാലും വിളിച്ചു പോയി, എന്നാ വേണേലും പറഞ്ഞിട്ട് പോകും, 8:30 വരെ ഞാൻ സമയം കൊന്ന് ഇങ്ങനെ പോകും, ഞങ്ങള് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ താടിക്ക് കയ്യും കൊടുത്ത് കണ്ണുടച്ച് ഇങ്ങനെ കീഴോട്ട് കുനിഞ്ഞിരുന്ന ഞാൻ ചോദിച്ചോട്ടെ, എങ്ങനെ വചനം പറയാനാ? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? യിരെമ്യാവിന്റെ ശുശ്രൂഷയോട് ഇവർ നിസ്സഹകരിച്ചു എന്നാണ് ഞാൻ ഈ പറയുന്നതിന്റെ ആശയം. എന്നാ വേണേലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ. വഴിയിലൊക്കെ ഭ്രാന്തന്മാരിൽ നിന്ന് എന്തെല്ലാം പറയുന്നു, നമ്മൾ അതിന് വല്ലതും ചെവി കൊടുക്കാൻ പോകുന്നു? അതുപോലെ അങ്ങേര് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകട്ടെ, നമുക്ക് അതിനൊന്നും ചെവി കൊടുക്കണ്ട, നമ്മൾ ശ്രദ്ധിക്കണ്ട. കേട്ടോണേ, അവര് ദൈവശബ്ദത്തോട് അങ്ങനെയൊന്നും അല്ല ദൈവം പറയുന്നത്, ഞങ്ങൾ അനുസരിക്കാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങൾ ജീവിക്കും. അടുത്തത് പറയുകയാണ്, യിരെമ്യാവിന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കുന്നു, നാവ് കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്നു. നിനക്ക് വേദപുസ്തകത്തിൽ ധാരാളം ഉദാഹരണം പറയേണ്ടതാണ്, പക്ഷെ സമയം പോകുന്നു, ഞാൻ വിശദീകരിക്കുന്നില്ല. 3, യിരെമ്യാവിന്റെ വാക്കൊന്നും അവര് ശ്രദ്ധിക്കണ്ട എന്ന് ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചു. പ്രിയരെ, യിരെമ്യാവിനെ കുറിച്ച് ഇവരിങ്ങനെ തെറ്റിദ്ധരിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? യിരെമ്യാവിനെ കുറിച്ചുള്ള ഇവരുടെ ചിന്ത തെറ്റിദ്ധാരണയാണ്. അതിന്റെ തെളിവ് ഞാൻ പറയാം, അതിന്റെ 20-ാമത്തെ വാക്യം. യിരെമ്യാവിന്റെ വേദന ദൈവത്തോട് പറയുകയാണ്. 18-ാം അധ്യായം 20-ാമത്തെ വാക്യം. നന്മയ്ക്ക് പകരം തിന്മ ചെയ്യാമോ? അവർ എന്റെ പ്രാണഹാനിക്കായിട്ട് ഒരു കുഴി കുഴിച്ചിരിക്കുന്നു. നിന്റെ കോപം അവരെ വിട്ടുമാറേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി നന്മ സംസാരിപ്പാൻ തിരുമുമ്പിൽ നിന്നത് ഓർക്കണമേ. എന്റെ പ്രിയരെ, ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധിച്ച്, ആ ദൈവ മനുഷ്യൻ ആത്മീക ശുശ്രൂഷ ചെയ്ത ദൈവത്തിന്റെ നാവായി, ദൈവത്തിന്റെ ശബ്ദമായി ഈ ജനത്തിന് ദൈവം അരുളി ചെയ്ത ന്യായവിധി വരരുതേ എന്ന് കൊതിച്ച് യിരെമ്യാവ് ഈ പ്രവചനമൊക്കെ നടത്തുമ്പോൾ, ഇവരെ ഉപദേശിക്കുമ്പോൾ യിരെമ്യാവിന്റെ അകത്തൊരു ഭയമുണ്ട്. ദൈവമേ, എന്റെ വചനം, എന്റെ ശബ്ദം, എന്റെ ദൂത് ഇവർ ഏറ്റെടുത്ത് വിനയപ്പെട്ടില്ലെങ്കിൽ ഭയാനകമായ ന്യായവിധി വരുമല്ലോ. ന്യായവിധി ഒഴിവാകാനുള്ള ആത്മാർത്ഥതയിൽ നിന്ന് ഇദ്ദേഹം ഇവരോട് പ്രസംഗിക്കുകയാണ്, ഇവരോട് പ്രവചിക്കുകയാണ്. പക്ഷെ ആത്മാർത്ഥതയ്ക്ക് നേരെയാണ് ഇവര് വിരൽ ചൂണ്ടുന്നത്. തന്റെ ആത്മാർത്ഥതയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയപ്പോ സഹിക്കാൻ കഴിയാതെ യിരെമ്യാവ് ദൈവത്തോട് പറയുക, ദൈവമേ, നന്മയ്ക്ക് പകരം തിന്മ ചെയ്യാമോ? ഞാൻ ഇവർക്ക് തിന്മ വല്ലതും ചെയ്തിട്ടുണ്ടോ? നന്മയല്ലേ ചെയ്തിട്ടുള്ളൂ. അങ്ങേക്ക്
അതറിയാമല്ലോ. എന്താ? അങ്ങയുടെ കോപം അവരെ വിട്ടുമാറേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി നന്മ സംസാരിപ്പാൻ തിരുമുമ്പിൽ നിന്നത് ഓർക്കണമേ. പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് യിരെമ്യാവ് ഇങ്ങനെ ആസന്നമായ ന്യായവിധിയെ കുറിച്ച് പ്രസംഗിച്ചിട്ട് ദൈവസന്നിധിയിൽ പോയിരുന്നു കുത്തിയിരുന്ന് കരയുക. നിങ്ങൾ എല്ലാവരും എന്നോട് വരണേ. യിരെമ്യാവിനെ ജനം കാണുമ്പോൾ ഒരു തീവ്രവാദിയാ. നമ്മളെ കുറിച്ച് ഒരു കരുതലും ഇല്ലാത്ത, നമുക്ക് ഈ ന്യായവിധി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ പോലെയാണ് അവർ യിരെമ്യാവിനെ തെറ്റിദ്ധരിച്ചിരിക്കും. പക്ഷെ കള്ളപ്രവാചകന്മാരെന്ന് പറയുന്നത് ചുമ്മാതാണ്, സംഭവിക്കുകയില്ല. ദൈവം അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുകയില്ല. പ്രവാസം നടന്നുകൊണ്ടിരിക്കുമ്പോ പോലും അവര് പറഞ്ഞു ഇല്ലെന്നേ, പെട്ടെന്ന് മടങ്ങി വരുമെന്നേ എന്ന് പറഞ്ഞാലേ മനഃശാസ്ത്രപരമായി വിദഗ്ധമായി അവർ ജനത്തെ ചൂഷണം ചെയ്തു. തൊലിപ്പുറത്ത് അവർ ചികിത്സിക്കുകയാണ്. പക്ഷെ ആത്മാർത്ഥതയുള്ള യിരെമ്യാവോ മനഃശാസ്ത്രപരമായി അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നതിനപ്പുറത്ത് ദൈവത്തിന്റെ സ്വപ്നത്തിനനുസരിച്ച് അവരെ എങ്ങനെ ഒരുക്കാം, അതായിരുന്നു യിരെമ്യാവിന്റെ ശുശ്രൂഷയുടെ ആഗ്രഹം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമ്മുടെ ആഗ്രഹം എന്ത്? താൽക്കാലികമായി ജനത്തെ എങ്ങനെ നമ്മളോട് ചേർത്തു നിർത്താം, അവരെ സന്തോഷിപ്പിക്കാം എന്നതാണോ? അതിനപ്പുറത്ത് ദൈവത്തിന്റെ സ്വപ്നത്തിനനുസരിച്ച് തന്റെ സഭയെ ആക്കി തീർക്കണം എന്റെ ശുശ്രൂഷ കൊണ്ട് എന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അതിൽ പ്രസാദിക്കുന്ന ദൈവമാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മനസ്സുള്ളവർ കരം ഉയർത്തി ഒരിക്കൽ കൂടെ ഈ രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്റെ പ്രിയരെ, എന്റെ സമയം തീരാൻ പോകുന്നത് കൊണ്ട് ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമേ ന്യായവിധി വരരുതേ. അങ്ങ് പറഞ്ഞില്ലേ പ്രവാസത്തിലേക്ക് വിടാൻ പോവുകയാണെന്ന്. വരുത്തരുതേ. ദൈവമേ, അബ്രഹാമിനെ ഓർക്കണേ, ഇസ്ഹാക്കിനെ ഓർക്കണേ, യാക്കോബിനെ ഓർക്കണേ. ഇവരോട് അരുളി ചെയ്ത വാഗ്ദത്തം ഓർക്കണേ. ഇന്ന അകൃത്യങ്ങളും പാവങ്ങളും ഉണ്ടെന്നൊക്കെ ദൈവം പറയുന്നുണ്ടല്ലോ. എന്നാൽ അത് മാത്രമല്ലല്ലോ ദൈവമേ, ഇന്നിന്റെ ഗുണങ്ങൾ കൂടെ ഉണ്ടല്ലോ. ആ ഗുണത്തെ കൂടെ ഓർക്കണേ. ആ ഗുണമോർത്തി അകൃത്യത്തെ ക്ഷമിക്കണേ. ജനം അത് കാണുന്നില്ല. ഒന്നുകൂടെ പറയാം, ജനം അത് കാണുന്നില്ല. ജനത്തെ കാണിക്കാനുമല്ല യിരെമ്യാവ് കരയുന്നത്. ആത്മാർത്ഥതയകത്തുള്ള ദൈവ മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, ദൈവ മുമ്പാകെ ഈ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുകയാണ്. ദൈവമേ, നന്മ മാത്രമേ ഞാൻ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, ഇവരുടെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളല്ലോ, ഒരു 3 മിനിറ്റ് കൊണ്ട് നിർത്തണമല്ലോ. അതുകൊണ്ട് ഓടിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവശബ്ദത്തോടുള്ള ഇവരുടെ പ്രതികരണം പരിതാപകരമായിരുന്നു. ദൈവദാസനോടുള്ള ഇവരുടെ പ്രതികരണം, ദൈവത്തിന്റെ സ്തോത്രം, പ്രതികാരമുള്ളതായിരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചതറിയാമോ? ദൈവം തന്റെ തിരുഹൃദയം ഇവരോട് പറഞ്ഞു. ഇവരാ ദൈവ തിരുഹൃദയത്തെ തിരിച്ചറിയത്തക്ക നിലയിൽ യിരെമ്യാവ് ദൂത് അവരോട് പറയുന്നു. പക്ഷേ ദൈവത്തിന്റെ ശബ്ദത്തെ തിരസ്കരിച്ച, ദൈവശബ്ദത്തോട് പുറംതിരിഞ്ഞ് പ്രതികരിച്ച ഇവർക്ക് എന്താ സംഭവിച്ചത്? അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ വാക്കുകൾ പ്രസംഗിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായം 1-ാമത്തെ വാക്യം കൂടെ വായിച്ചോളൂ. യിരെമ്യാ 18-ന്റെ തുടർച്ചയാണ് 19. യിരെമ്യാ 19-ന്റെ 1. യഹോവ ഇപ്രകാരം കൽപ്പിച്ചു, നീ പോയി കുശവനോട് ഒരു മൺകുടം വിലയ്ക്ക് വാങ്ങി ജനത്തിന്റെ മൂപ്പന്മാരിലും പുരോഹിതന്മാരുടെ മൂപ്പന്മാരിലും ചിലരെ കൂട്ടിക്കൊണ്ട് ഹർസീത്ത് അഥവാ ഓട്ടുനുറുക്ക് വാതിലിന്റെ നന്ദി ദേവദാസനെ. നിങ്ങൾ ശ്രദ്ധിച്ച, യിരെമ്യാ 18 കുശവന്റെ വീട്ടിലേക്ക് ചെന്ന് യിരെമ്യാവിനെ അയച്ച് അവിടെ ചക്രത്തിന്മേൽ വേല ചെയ്യുന്ന ആ കുശവനും ചീത്തയായി പോയ കളിമണ്ണുമാണ് ആ പാത്രവുമാണ് ദൈവം കാണിച്ചതെങ്കിൽ, ആ സന്ദേശം 18-ലെ സന്ദേശം അതായിരുന്നെങ്കിൽ, ദൈവശബ്ദത്തോട് മറുതലിച്ചവരോടുള്ള ദൈവത്തിന്റെ പ്രതികരണം എന്തെന്നാണ് 19-ാം അധ്യായത്തിന്റെ അതിന്റെ 10-11 വാക്യങ്ങൾ കൂടെ വായിച്ചോളൂ. 10-11 വാക്യങ്ങൾ കൂടെ പ്ലീസ്. ഹല്ലേലൂയ. പിന്നെ നിന്നോടുകൂടെ പോകുന്ന പുരുഷന്മാർ കാണുക, നീ ആ മൺകുടം ഉടച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നന്നാക്കി കൂടാതെ വണ്ണം കുശവന്റെ പാത്രം ഉടച്ചു കളഞ്ഞതുപോലെ ഞാൻ ഈ ജനത്തെയും ഈ നഗരത്തെയും ഉടച്ചു കളയും.
മതി വളരെ നന്ദി. ഞാനിത് വിശദീകരിക്കുന്നില്ല പ്രിയരേ. മാനസാന്തരപ്പെടാനും അനുദപിക്കാനും മടങ്ങി വരാനും ധാരാളം അവസരങ്ങൾ ദൈവത്തിന്റെ കരുണയിൽ കൊടുത്തിട്ടും ദൈവം തന്റെ പ്രവാചകന്മാരോട് സംസാരിച്ചിട്ടും ആ ദൈവ ശബ്ദത്തെ അവഗണിച്ചു കളഞ്ഞ ജനത്തെ കുറിച്ച് ദൈവം പറയുക, ഇനി ഒരിക്കലും നന്നാക്കി കൂടാതെ വണ്ണം ഉടച്ചു കളഞ്ഞ പാത്രം പോലെ ഞാൻ വിചാരിക്കും, ഞാൻ ഇവരെ നശിപ്പിച്ചു കളയും. ഓടിച്ച് ഞാൻ പുതിയ നിയമത്തിലേക്ക് വന്നെന്റെ ചിന്ത അവസാനിപ്പിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, റോമാലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. എനിക്കൊരു 10 മിനിറ്റ് അവിടെ നിന്ന് എടുത്ത് അതൊന്ന് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ സമയത്ത് തന്നെ നിർത്തുകയാണ്. റോമാലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. റോമാലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. മതി, വിശദീകരിക്കുന്നില്ല ഞാന്. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ദയാക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? പ്രിയരേ, യഹൂദയോടുള്ള ബന്ധത്തിലാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതെങ്കിലും ഓടിച്ച് ഞാനൊന്ന് വന്നോട്ടെ. ആദാമ്യ കുടുംബത്തിലേക്ക് നമുക്കൊന്ന് ചെല്ലാൻ കേട്ടോ. ചീത്തയായി പോയ ഇരമ്യാവ് കണ്ട കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ, പാത്രം പോലെ മനുഷ്യനായി ആദാമ്യ പാപത്താൽ, ഹല്ലേലൂയ, ചീത്തയായി പോയ പാത്രം പോലെ, കളിമണ്ണ് പോലെ മനുഷ്യനായി. എന്ന ചീത്തയായതിനെ എറിഞ്ഞു കളയാൻ ദൈവത്തിന് മനസ്സ് വന്നില്ല, ഉടച്ചു കളയാൻ ദൈവത്തിന് മനസ്സ് വന്നില്ല. ചീത്തയായി പോയതിനെ പണിയാൻ എന്റെ ദൈവത്തിന് തിരുമനസ്സായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപത്താൽ പ്രയോജനരഹിതമായി ചീത്തയായി പോയി. എന്നാൽ അങ്ങനെ ചീത്തയായി പോയതിനെ തള്ളിക്കളയാനല്ല ദൈവത്തിന് തോന്നിയത്. പിന്നെ ദൈവം എന്താ ചെയ്തെന്നറിയാമോ? റോമാലേഖനം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം, ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിപ്പാൻ. സ്തോത്രം ചെയ്ത് എത്ര പേർക്ക് പറയാൻ കഴിയും? ദൈവം തന്റെ പുത്രനെ പാപജനത്തിന്റെ സാദൃശ്യത്തിൽ, അല്ലെ? റോമാലേഖനം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജനത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ശിക്ഷ ജഡത്തിൽ വിധിച്ചു. പ്രിയരേ, ഇന്ന് രാത്രി ചീത്തയായി പോയതിനെ തള്ളിക്കളയാനല്ല, എറിഞ്ഞു കളയാനല്ല, ഉടച്ചു കളയാനല്ല, അതിനെ പുനർനിർമ്മിക്കാൻ, അതിനെ ചേർത്ത് പിടിക്കാൻ എന്റെ ദൈവത്തിന് തിരുമനസ്സായി. അതിന് ദൈവം എന്താ ചെയ്തെന്നറിയാമോ? ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് പിറകിൽ സ്വർഗമഹിമകളെ വെടിഞ്ഞ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മനുഷ്യനായി മണ്ണിൽ വന്നു. തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ടവനായി, കണ്ണുകെട്ടി തല്ലപ്പെട്ടവനായി, കാർക്കിച്ചു തുപ്പലേൽക്കപ്പെട്ടവനായി, പുറമുഴുവ ചാലുപോലെ അടിച്ചു കീറപ്പെട്ട് ഭാരമേറിയ മരക്കുരിശും ചുമലിലേന്തി യെരൂശലേം തെരുവീതിയിലൂടെ വീണ്ടും എണ്ണീറ്റും വീണ്ടും നടന്നു നീങ്ങി പലയോടെ വന്ന ഗോൽഗോത്ത മലയുടെ മകളിൽ ഈഴവന്മാരുടെ നടുവിൽ കൈകാലുകളിൽ ആണിയടിക്കപ്പെട്ട് ഉൾക്കിരീടം ചൂടിയ തല ലോകത്ത് മറ്റൊരിടത്തും ചായ്ച്ചു വെക്കാൻ ഇടമില്ലാതിരുന്നത് കൊണ്ട് സ്വന്തം തോളോട് ചായ്ച്ചു വെച്ച് യേശു കർത്താവ് പ്രാണനെ വെടിഞ്ഞു. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സുഹൃത്തേ, നിന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹം, നിന്നോടുള്ള ദൈവത്തിന്റെ കരുതൽ, മാനവവർഗമേ, ചീത്തയായി പോയ പാത്രം പോലെ, ചീത്തയായി പോയ കളിമണ്ണ് പോലെ ദൈവത്തിന് സ്തോത്രം, പാപത്താൽ മലീമസമായവരെ തള്ളിക്കളയാനല്ല, എറിഞ്ഞു കളയാനല്ല, ഉടച്ചു കളയാനല്ല, ചേർത്തു പിടിക്കാൻ ദൈവത്തിന് തിരുമനസ്സായി. അതിന് ദൈവം ഒരുക്കിയ രക്ഷാ മാർഗമാണ് കർത്താവായ യേശുക്രിസ്തുവും. ഹല്ലേലൂയ! യേശുക്രിസ്തുവിന്റെ ക്രൂശും അത് തിരിച്ചറിഞ്ഞ് ആദരം തുടർന്ന് ദൈവത്തിന് സ്തോത്രം പറയാൻ മനസ്സുള്ളവരുടെ കര ജനന്നുകൂടെ കാണട്ടെ. ആ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതെ, ദൈവത്തിന്റെ
ദയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദീർഘശാന്തി നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ ദൈവം തന്റെ പുത്രനെ, തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നിരിക്കേ. യേശു തന്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നിരിക്കേ. ഹല്ലേലൂയ. എന്റെ മാന്യ സുഹൃത്തേ, ദൈവം തങ്ങളെ എത്രമാത്രം കരുതുന്നു, സ്നേഹിക്കുന്നു. നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ദൈവത്തിന് എത്രമാത്രം ആഗ്രഹമുണ്ട്. അതല്ലേ യേശു, അതല്ലേ യേശുവിന്റെ ക്രൂശ്, അതല്ലേ ക്രൂശിന്റെ സന്തോഷം. ആ സന്ദേശം ഇന്ന് രാത്രി തൊഴുകയോടെ സ്വീകരിച്ചു. ദൈവമേ, ഹല്ലേലൂയ. എറിയപ്പെടേണ്ടവനാ ഞാൻ, നരകാഗ്നിയിലേക്ക് പോകേണ്ടവനാ ഞാൻ അതിന് അർഹനാ. എന്റെ ചെയ്തികൾ അതാ ദൈവമേ. എന്നാൽ എന്നെ തള്ളിക്കളയാനല്ലോ, എന്നെ ചേർത്ത് പിടിക്കാനാണല്ലോ, എന്നെ രക്ഷിക്കാനാണല്ലോ അങ്ങേക്ക് തീരുമാനസായത്. ദൈവമേ, ഞാൻ മടങ്ങി വരുന്നു, ഞാൻ അനുഭവിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. എന്നെ സ്നേഹിക്കുന്ന, എന്നെ പണിയാൻ ആഗ്രഹിക്കുന്ന, എന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ ദൈവത്തിന്റെ മുൻപാകെ, എന്റെ ദൈവം ഒരുക്കിയ രക്ഷാകര പദ്ധതിയെ, എന്റെ ദൈവം ഒരുക്കിയ ദൈവിക പദ്ധതിയെ ഇന്ന് രാത്രി ഞാനിതാ സ്വീകരിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇതുവരെ രക്ഷിക്കപ്പെടാത്തവരുണ്ടോ? ഇതുവരെ ദൈവം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നറിയാത്ത, ദൈവത്തിന് നിങ്ങളോടുള്ള കരുതൽ എന്താണെന്ന് തിരിച്ചറിയാത്ത ഏതെങ്കിലും ഒരു ശ്രോതാവിനെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോടാണ് ദൈവത്തിന് പറയാനുള്ളത്. മാന്യ സുഹൃത്തെ, താങ്കൾ എത്ര തകർന്നവനാണെങ്കിലും, എന്റെ മാന്യ സഹോദരി, നിങ്ങളുടെ ജീവിതം എത്രമാത്രം പരിതാപകരമായി തകർക്കപ്പെട്ടതാണെങ്കിലും, ലോകത്തിൽ നിങ്ങളെ സ്നേഹിക്കാനും കരുതാനും ചേർത്ത് പിടിക്കാനും ആരുമില്ലെങ്കിലും, ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, നിങ്ങളെ പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ നല്ല ദൈവം കർത്താവായ യേശുവാണ്. ആ യേശുവിനായി ഇന്ന് രാത്രി ജീവിതം സമർപ്പിക്കാൻ മനസ്സുള്ള എത്ര പേരുണ്ട്? രക്ഷിക്കപ്പെട്ടവരോട് ഞാൻ വിളിച്ചു പറയുകയാണ്, പ്രിയരെ, എവിടെങ്കിലും ജീവിതത്തിൽ തകർച്ച സംഭവിച്ചിട്ടുണ്ടോ? സ്തോത്രം. ദൈവശബ്ദത്തോട് മറുതലിക്കല്ലേ. മാനസാന്തരപ്പെടണേ, അനുഭവിക്കണേ, ഏറ്റുപറയണേ, ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കണേ, നിത്യതയ്ക്കായി ഒരുങ്ങണേ. ഇന്ന് രാത്രി നമ്മുടെ കരങ്ങൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിക്കുക. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി നന്ദി. ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയ്ക്കും ദയയ്ക്കും പ്രീതി വാത്സല്യത്തിനുമായി സ്തോത്രം. ഒരിക്കൽ കൂടെ അങ്ങയുടെ ഹൃദയത്തിന്റെ സ്പന്ദനം എന്താണെന്ന് കേൾക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതുകൊണ്ടും നന്ദി. ചതഞ്ഞ ഓട ഒടിക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം, ഇന്ന് രാത്രി അങ്ങയുടെ ജനത്തോട് കരുണ കാണിക്കണം, ഞങ്ങളോട് മനസ്സറിയണം. ഞങ്ങൾ മടങ്ങി വരുന്നു, അനുഗമിക്കുന്നു, ഏറ്റുപറയുന്നു. നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കണം. അങ്ങയുടെ ദാസന്മാരെ, അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. യോഗത്തിലേക്ക് എന്നെ വിളിച്ചതിന്, ശുശ്രൂഷിക്കാൻ അവസരം തന്നതിന്